പ്രിയമുള്ളവരെ, താടകവധത്തിന് ശേഷം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണ കുമാരന്മാരെ വനത്തിൽ തന്നെയുള്ള തൻ്റെ സിദ്ധാശ്രമത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഒരു വനത്തിലൂടെ യാത്ര ചെയ്ത് ഒരു സന്ധ്യാനേരത്താണ് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്. സന്ധ്യാനേരമായതുകൊണ്ട് കർമ്മങ്ങളൊക്കെ തുടങ്ങേണ്ട സമയമാണല്ലോ. ഉടനെ തന്നെ എല്ലാവരും ദേഹശുദ്ധി വരുത്തി ഹോമങ്ങളും പൂജകളും ഒക്കെ ആരംഭിച്ചു. ഈ സമയത്ത് നമ്മൾ മുമ്പേ കേട്ടിട്ടുള്ള രാക്ഷസപ്പട എത്തി. അവരുടെ നേതൃസ്ഥാനത്ത് സുബാഹുവും മാരീചനും, ഇങ്ങനെ രണ്ട് രാക്ഷസരുടെ നേതൃത്വത്തിലാണ് ഈ രാക്ഷസപ്പടയുടെ ആക്രമണം. അവരെന്താണ് ചെയ്യുന്നതെന്നോ, അവര് മനുഷ്യന്റെ തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും മനുഷ്യരക്തവും ഒക്കെ ഈ ഹോമകുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ അവിടം അശുദ്ധമാക്കുന്നു. ഇവര് ഭക്ഷിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഹോമം മുടങ്ങുന്നു. ഇത് കണ്ട രാമൻ തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് രാക്ഷസ കൂട്ടങ്ങളുടെ നേരെ തൊടുത്തുവിട്ടു. മുൻനിരയിൽ നിന്ന സുബാഹുവിന്റെ ദേഹത്താണ് ആദ്യ രാമബാണമേറ്റത്. സുബാഹു തൽക്ഷണം മരിച്ചു വീഴുന്നു. അടുത്തത് മാരീചൻ. മാരീചന്റെ നേർക്ക് രാമബാണം തൊടുത്തുവിട്ടതും മാരീചൻ വളരെ വേഗത്തിൽ ഓടി പോകുന്നു. അപ്പോൾ മാരീചന്റെ പുറകെ ഈ രാമബാണവും അതേ വേഗത്തിൽ പുറകെ പാഞ്ഞു ചെല്ലുന്നു. അങ്ങനെ മാരീചൻ വളരെ ദൂരെ ഓടി 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 ക്ഷീണിച്ച് ഒടുവില് ഒരു സമുദ്രക്കരയിലെത്തുന്നു. അപ്പോൾ മാരീചൻ വിചാരിച്ചു, ഈ സമുദ്രത്തിലേക്ക് ചാടിയാൽ ഈ രാമബാണം സമുദ്രത്തിൽ വരില്ല എന്ന് വിചാരിച്ചു മാരീചൻ എടുത്ത് സമുദ്രത്തിൽ ചാടി. പുറകെ രാമബാണവും സമുദ്രത്തിലേക്ക് പാഞ്ഞു ചെല്ലുന്നു. അന്നേരം മാരീചന് മനസ്സിലായി, എനിക്ക് എവിടെ പോയാലും ഈ രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ മനസ്സിലാക്കിയ മാരീചൻ എന്ത് ചെയ്തു? മാരീചൻ ഉടനെ തിരിഞ്ഞോടി. എവിടെ നിന്നാണോ ഓട്ടം തുടങ്ങിയത് അവിടെയാണല്ലോ രാമനുള്ളത്, അങ്ങോട്ടേക്ക് തന്നെ തിരിഞ്ഞോടി. ഉടനെ തന്നെ രാമബാണവും മാരീചന്റെ പുറകെ അതേ ദിശയിൽ തന്നെ അതിവേഗത്തിൽ പാഞ്ഞു വന്നു. ഒടുവിൽ മാരീചൻ ഓടി 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 രാമന്റെ കാൽക്കൽ വന്ന് വീണ് കേണു പറയുന്നു, ഞാൻ ഇനി ഒരിക്കലും ഇത്തരം ദുഷ്പ്രവൃത്തികൾ ചെയ്യില്ല, എന്നെ ശിക്ഷിക്കരുത്, എന്നെ കൊല്ലരുത്, എന്നോട് ക്ഷമിക്കണമെന്ന്. ഇത് കേട്ട രാമൻ തൻ്റെ അടുത്ത് അഭയം തേടി വരുന്ന ആരെയും ശിക്ഷിക്കാൻ പാടില്ല എന്ന മര്യാദ ഉള്ള രാമൻ ഈ മാരീചന് മാപ്പ് കൊടുത്ത് പോയി നല്ലവനായി ജീവിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ സുബാഹു ആദ്യം തന്നെ മരിച്ചു വീണു. പിന്നെ ഇവരുടെ പിന്നാലെ വന്ന രാക്ഷസപ്പടയെ മൊത്തം നമ്മുടെ ലക്ഷ്മണകുമാരനും വധിച്ചിരുന്നു. അങ്ങനെ കാട്ടിലെ രാക്ഷസ കൂട്ടങ്ങൾ മുഴുവനായി തന്നെ നശിച്ചു. അതോടെ മുനി സമൂഹത്തിന്, മഹർഷിമാർക്കൊക്കെ വളരെ സന്തോഷമായി. അവർക്കിനി ആരെയും പേടിക്കാതെ സ്വസ്ഥമായി പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് സമാധാനമായി വനത്തിൽ ജീവിക്കാം. അപ്പോൾ അത് രാമലക്ഷ്മണന്മാരുടെ വരവോടുകൂടിയാണല്ലോ ഇത്രയും വലിയ ഒരു കാര്യം സാധിച്ചു കിട്ടിയത് അവർക്ക്. അതുകൊണ്ട് മുനിമാരെല്ലാവരും ചേർന്ന് രാമനെയും ലക്ഷ്മണനെയും ഒരുപാട് അനുഗ്രഹിച്ച് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിശ്വാമിത്ര മഹർഷി അന്നേരം രാമലക്ഷ്മണന്മാരോട് പറയുന്നു, നമുക്കിനി വൈകിക്കാതെ എത്രയും വേഗം അയോധ്യയിലെത്തണം, അവിടെ അച്ഛൻ്റെ അടുത്ത് നമുക്ക് എത്തിച്ചേരണം. എന്നാൽ അതിനിടയ്ക്ക് നമുക്ക് മറ്റൊരിടത്തു കൂടി ഒന്ന് പോയിട്ട് അവിടെ നിന്ന് അയോധ്യയ്ക്ക് മടങ്ങാം. അതെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് വിദേഹ രാജ്യം എന്നൊരു രാജ്യം അവിടെ ഉണ്ട്. ആ രാജ്യത്തെ രാജാവിൻ്റെ പേര് ജനകൻ എന്നാണ്, മഹാരാജാവിൻ്റെ പേര്. മിഥില എന്നും ആ രാജ്യത്തിന് പേരുണ്ട്. അപ്പോൾ ഈ ജനക മഹാരാജാവിനെ ഭഗവാൻ ശിവദത്തമായ, അതായത് ശിവൻ അനുഗ്രഹിച്ചു നൽകിയ ഒരു അത്ഭുത വില്ലുണ്ട്. ആ വില്ലിൻ്റെ പേര് ത്രയംബകം എന്നാണ്. അപ്പോൾ ഈ ത്രയംബകം വില്ല് കാണാൻ ഒത്തിരി രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെ ചെല്ലുന്നുണ്ട് ഈ അത്ഭുതകരമായ വില്ല് കാണാൻ, സവിശേഷമായ ഈ മഹത്തരമായ വില്ല് കാണാൻ.
അപ്പൊ നമുക്കും ഒന്ന് അവിടെ വരെ പോയി ആ വില്ല് കണ്ടിട്ട് അവിടെ നിന്ന് അയോധ്യയ്ക്ക് മടങ്ങാം എന്ന് മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുന്നു. ഇവരത് സമ്മതിക്കുന്നു. എന്തിനാണ് മിഥിലാപുരിയിലേക്ക് പോകുന്നതെന്നും അവിടെ ചെന്നാല് എന്താണ് സംഭവിക്കുക എന്നും ഒക്കെ നമ്മുടെ മഹർഷിക്ക് നന്നായി അറിയാൻ കേട്ടോ. അദ്ദേഹം അത്ഭുത സിദ്ധിയും ദീർഘജ്ഞാനവും ഒക്കെ ഉള്ള ആളാണല്ലോ, അദ്ദേഹത്തിനറിയാം. പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇതൊന്നും വെളിപ്പെടുത്തുന്നില്ല. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വില്ല് കണ്ടു മടങ്ങാം എന്ന് മാത്രമാണ് ഇവരോട് പറയുന്നത്. രാമലക്ഷ്മണന്മാര് അത് സമ്മതിച്ചു. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയും കുമാരന്മാരും കൂടി മിഥിലാപുരിയിലേക്ക് പോവുകയാണ്. അതും വനത്തിൽ കൂടി തന്നെയാണ് യാത്ര. അപ്പോൾ ഈ യാത്രയിലും ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സംഭവം എന്താണ് എന്നുള്ളത് നമുക്ക് ഇനിയും അടുത്ത ദിവസം കേൾക്കാം കേട്ടോ. നന്ദി, നമസ്കാരം.